السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹപാഠികൾ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് പോയ സമയത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അല്ലാഹു നൽകിയ സമ്മാനങ്ങളിൽപ്പെട്ട ഒന്നാണ് തൗബ. എങ്ങനെയാണ് നാം തൗബ ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പല രൂപങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. കേരളക്കരയിൽ വിദ്യ നുകർന്നു നിന്ന മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിയാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് ശക്തമായ ഖേദമുണ്ടായിട്ടാണ്. എന്തിനാണ് ഖേദമുണ്ടാകേണ്ടത്? അല്ലാഹു പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അതിനുള്ള ശുക്ർ നൽകാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന സമയത്ത് നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കാറില്ലേ? ആ മാതാപിതാക്കളോട് പോയിട്ട് നിങ്ങൾ മാപ്പിരക്കാറില്ലേ? എന്തുകൊണ്ടാണെന്നറിയുമോ? ആ മാതാപിതാക്കൾ നിന്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തിട്ടാണ്. ആ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും നീ ഇത്തരത്തിലൊരു നന്ദികേട് ചെയ്തല്ലോ എന്ന ആ ബോധ്യത്തിന്റെ അപ്പുറത്ത് നിന്നാണ് നിനക്ക് ഖേദമുണ്ടാകുന്നതെങ്കിൽ, അല്ലാഹു ആണ് നിനക്ക് ജീവിക്കാനുള്ള സർവ്വതും നൽകുന്നത്. നിന്നെ പോറ്റി വളർത്തിയ ഉമ്മയെ ജീവിപ്പിക്കുന്നതും ആ ഉമ്മക്കുള്ള സർവ്വ നിഅമത്ത് നൽകുന്നതും അല്ലാഹു ആണ്. ആ അല്ലാഹു നൽകിയ ആ നിഅമത്തുകളെ മറന്ന് നീ ധിക്കരിച്ചതിനാണ് നിനക്ക് ഖേദമുണ്ടാകേണ്ടത്. മഹാന്മാര് പഠിപ്പിക്കുന്നു, ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിയാ. പാപം ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്യാൻ പറ്റൂല. ആ തൗബ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാവണം തൗബയിൽ? ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവണം. വബിഅസ്മി തർകിൽ ദംബി ഫീമാ ഇസ്തഖ്ബലാ. വരാൻ പോകുന്ന കാലങ്ങളിൽ ഇത്തരം ഒരു പാപത്തിലേക്ക് കടന്ന് കയറില്ല എന്ന ആ ഉറച്ച തീരുമാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നീ തൗബ ചെയ്യേണ്ടത്. അല്ലാതെ ഇനിയും പാപം ചെയ്യും, ഇനിയും തൗബ ചെയ്യാനല്ലോ, ഇനിയും 27 രാവുകൾ വരാനുണ്ടല്ലോ എന്ന ചിന്തയോടുകൂടിയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ തൗബ അല്ലാഹുവിന്റെ അടുക്കൽ പൂർണ്ണമല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹ് ആ പാപത്തിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന ഉത്തമമായ തീരുമാനം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു, വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമീ. ഈ എല്ലാ മനുഷ്യന്മാരോടുള്ള എല്ലാ കടപ്പാടുകളിൽ നിന്നും നീ മുക്തനാവേണ്ടതുണ്ട്. അല്ലാഹുവായ ഉടമയോട് നീ മാപ്പ് ചോദിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ അടിമയോട് ചെയ്ത എല്ലാ അപരാധങ്ങൾക്കും നീ മാപ്പ് വാങ്ങണം. ഇതെന്തൊരു ഉടമയാണ്! ലോകത്തിങ്ങനെ ഒരു ഉടമയുണ്ടാകുമോ? നിനക്ക് പൊറുത്തു തരണമെങ്കിൽ എൻ്റെ അടിമകളോട് ചെയ്ത എല്ലാ അപരാധങ്ങൾക്കും നീ മാപ്പ് പറയണമെന്ന്. അങ്ങനെയുള്ള ആ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ്
ഇത്തരത്തിലുള്ള മാനുഷികമായ മനുഷ്യന്മാരോടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തമാകുമ്പോഴാണ് തൗബ സ്വീകരിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള തൗബ ചെയ്യുന്ന പല ആളുകളെ കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളാണ്. 3 തരം ആളുകളാണ് തൗബ ചെയ്യുന്നത്. ഒന്നാമത്തെ വിധം ആൾക്കാരാരാണ്? സിൻഫും മിനദ് ദംബി തായിബും മുവത്തിനുൽ ലിനഫ്സിഹി അലാ ഹജ്റാനി ദംബിഹി. ആ തെറ്റിലേക്ക് ഇനി പോകില്ല എന്ന ഉറച്ച തീരുമാനങ്ങൾക്കൊടുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് മോചനത്തിന്റെ വഴി തേടുന്നവരില്ലേ, അവർ വിജയിക്കുന്നവരാണ്. ലാ യുർജാ ഇലാ ശൈഇൻ മിൻ സയ്യിആതിഹി. അള്ളാഹുവിനോട് അപരാധം ചെയ്യില്ലെന്ന പൂർണ്ണമായ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാകണം. രണ്ടാമത്തെ തരം ആളുകൾ ആരാണ്? സിൻഫുൻ യുദ്നബു സുമ്മ യന്ദം. അള്ളാഹുവിനോട് അപരാധം ചെയ്യുന്നു, പിന്നീട് അവൻ അള്ളാഹുവിനോട് തന്നെ മാപ്പിരക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് ഹാദാ യുർജാ ലഹു വയഖാഫു അലൈഹി. അങ്ങനത്തെ തൗബ സ്വീകരിക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ടെന്നാണ്. പിന്നെ ഒരു ഭാഗം ആൾക്കാരാരാണ്? അവനിങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. വലായന്തം, അവൻക്കൊരു ഖേദവുമില്ല, അവനക്കൊരു പ്രയാസവുമില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നതിൽ അവനക്കൊരു പ്രയാസമോ വിഷമമോ ഇല്ല. എങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ് എന്നാണ് പണ്ഡിതന്മാരായ മഹാന്മാർ പഠിച്ചു വെക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കലാലയങ്ങളിലേക്ക് പോയി പഠിക്കുന്ന യുവാക്കളെ, നിന്റെ ഒരു ദിവസത്തിൽ എത്ര തെറ്റുകളാണ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന തെറ്റുകളിൽ നിനക്ക് ഖേദമുണ്ടോ? അല്ല നിനക്ക് ജീവിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നൽകിയില്ലേ? നിനക്ക് അഭിമാനം നൽകിയില്ലേ? എല്ലാം തന്നിട്ടും നീ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുകയാണോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമയം കൊല്ലുന്ന ഡിജിറ്റൽ ഗെയിമുകളിൽ സമയം കൊല്ലുന്ന വിദ്യാർത്ഥികളെ, നിന്റെ ആത്മാവിനോട് ചോദിച്ചു നോക്കൂ. അരുതായ്മകൾ ചെയ്യുമ്പോൾ നിനക്ക് ഹൃദയത്തിൽ ഒരു ഇടിപ്പ് വരുന്നുണ്ടോ? ഹൃദയത്തിൽ ഒരു വേവലാതി വരുന്നുണ്ടോ? അങ്ങനെ ഒരു വേവലാതി വരുന്നില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നാം നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള തൗബകൾ അല്ലാഹു തആല പലതരം തൗബകളുണ്ട്. അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ഒരുമിപ്പിച്ചുകൂടി ഹൃദയങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഷർത്തുകളും ഒരുമിച്ച് കൂട്ടിയുള്ള ആ തൗബകളാണ് അല്ലാഹു തആല സ്വീകരിക്കുക. ഇത്തരം സ്വീകരിക്കുന്ന തൗബ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.